എന്നാൽ സൂയിസൈഡ് ചെയ്യുന്നതിനും ആത്മഹത്യ കയറിനും അവർക്കുമിടയിൽ ഈ ഒരു ദൈവശബ്ദം കയറിച്ചെന്ന് വിടുവിക്കപ്പെട്ട തിരിച്ചു വന്ന ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന സാക്ഷികളെ കർത്താവ് ഇതിനകത്ത് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ഏരിയകളിൽ ദൈവസ്പർശനമേറ്റ് സൗഖ്യം പ്രാപിച്ച, വിടുതൽ പ്രാപിച്ച ഒത്തിരി പേര് ഈ ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ കർത്താവ് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. വീണ്ടും ദൈവാത്മാവിൻ്റെ നിയോഗത്തിലും പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും വ്യക്തമായ ആത്മാവിൻ്റെ ബോധ്യത്തിലും നിങ്ങളുടെ മേൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, ഇത് നിശ്ചയമായും ഈ ടെലിവിഷൻ പ്രോഗ്രാം നിങ്ങൾക്കൊരത്ഭുതമായി മാറാൻ പോകുകയാണ്. ഇതാ നിങ്ങൾക്കു വേണ്ടി ഒരത്ഭുതം. നീ കരഞ്ഞ വിഷയത്തിൽ നിങ്ങൾക്കു വേണ്ടി ഒരത്ഭുതം. നിങ്ങൾ തകർന്ന വിഷയത്തിൽ നിങ്ങൾക്കു വേണ്ടി ഒരത്ഭുതം. നിങ്ങളുടെ രോഗത്തിൽ ഇതാ നിങ്ങൾക്കു വേണ്ടി ഒരത്ഭുതം. നിങ്ങളുടെ കടഭാരങ്ങളുടെ നടുവിൽ ഇതാ നിങ്ങൾക്കു വേണ്ടി ഒരത്ഭുതം. നിങ്ങളുടെ മുഴു തകർച്ചയുടെ മുമ്പിൽ ഇതാ നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതം. ഹല്ലേലൂയ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയ അതേ അധ്യായത്തിൽ വേദഭാഗത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ എപ്പിസോഡിലും ഇനി വരുന്ന അടുത്ത ആഴ്ചയിലുമൊക്കെ നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ പ്രോഗ്രാമുകൾ മിസ് ചെയ്യരുത്. ഇതിൻ്റെ തുടർമാനമായി കണക്ട് ചെയ്തുള്ള ദൈവവചന സന്ദേശമാണ് ഓരോ എപ്പിസോഡുകളിലും വരുന്നത്. അതുകൊണ്ട് നിങ്ങളിത് മിസ് ചെയ്ത് കളയരുത്. നിങ്ങൾ തുടർമാനമായി ഇത് കാണുക, മറ്റുള്ളവരോട് നിങ്ങളിത് പറയുക. വെള്ളിയാഴ്ച രാവിലെ 10 മണി ഇന്ത്യൻ സമയം 10 മണിയാകുമ്പോൾ നിങ്ങൾ അവരെ ഹാർവസ്റ്റ് ടിവിയുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക. ഒരു വലിയ ദൈവപ്രവൃത്തി കർത്താവിടെ മേൽ അയക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ കർത്താവിന് മഹത്വം കൊടുക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിൽ നിന്നാണ് ധ്യാനിച്ചത്. 11-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യമാണ് നമ്മൾ ചിന്തിച്ചത്. യേശു കണ്ണുനീർ വാർത്തു. അതിന് ആ കണ്ണുനീര് ഉയരാൻ, ആ കണ്ണുനീര് വരാൻ പശ്ചാത്തലമായ ഒരു സിറ്റുവേഷൻ, സാഹചര്യം എന്ന് പറയുന്നത് താൻ സ്നേഹിച്ച തൻ്റെ പ്രിയനായ ശിഷ്യന്റെ വേർപാടും, ആ വേർപാട് നിമിത്തം ബഥാന്യയിൽ ആ കുടുംബത്തിനകത്ത് തകർച്ചയോടെ നിൽക്കുന്ന അവന്റെ സഹോദരിമാരായ മാർത്തയും മറിയയും അവരുടെ തകർച്ചയും അവരുടെ കരച്ചിലുമാണ് യേശുവിന്റെ കണ്ണിനെ നിറയിപ്പിച്ചത്. ഹല്ലേലൂയ. അതിൻ്റെ തൊട്ടടുത്തുള്ള വേദഭാഗങ്ങൾ 36 മുതലുള്ള വാക്യം, 35-ാമത്തെ വാക്യമാണ് നമ്മൾ ധ്യാനിച്ചത്. അടുത്ത 36 മുതലുള്ള വാക്യങ്ങൾ. ആകയാൽ യഹൂദന്മാർ കണ്ടോ അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു.
ചിലരോ കുരുടന്റെ കണ്ണ് തുറന്ന ഇവനെയും മരിക്കാതാക്കുവാൻ കഴിഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യേശു പിന്നെയും ഉള്ളം നൊന്ത് കല്ലറയ്ക്കലെത്തി. അത് ഒരു ഗുഹയായിരുന്നു. ഒരു കല്ലും അതിന്മേൽ വെച്ചിരുന്നു. കല്ല് നീക്കുവനെന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത, കർത്താവേ, നാറ്റം വെച്ച് തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്നു ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. വീണ്ടും ഒരിക്കൽ കൂടെ ഞാൻ അത് ആവർത്തിക്കുന്നു. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കണ്ടിരിക്കും. ചാൻസ് ഇനിയുണ്ട്, അവസരം ഇനിയുണ്ട്. മുഴുവൻ തീർന്നെന്നല്ല ഇപ്പൊ നീ പറഞ്ഞേക്കുന്നേ. എല്ലാം കഴിഞ്ഞു, ഇനിയൊരു ശേഷിപ്പില്ല, ഇനിയൊരു എഴുന്നേൽപ്പില്ല, ഇനിയൊരു ലൈഫില്ല, ഇനി ഈ രാജ്യത്ത് നിൽക്കാൻ പറ്റില്ല, ഇനി കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഇനി ജയിലിൽ നിന്ന് മോചനമില്ല, ഇനി ഈ രോഗത്തിൽ നിന്നൊരു സൗഖ്യത്തിന്റെ കാലമില്ല, ഇനി ഈ പ്രതിസന്ധിയിൽ നിന്ന് എനിക്കൊരു മോചനമില്ല എന്നല്ലേ നിങ്ങളിപ്പോൾ പറഞ്ഞിരിക്കുന്നേ? അങ്ങനെ പറഞ്ഞ് ഫിനിഷ് ചെയ്യാറായിട്ടില്ല. അങ്ങനെ പറഞ്ഞ് ഫിനിഷ് ചെയ്യാനുള്ളതല്ല നിന്റെ ലൈഫ്. നിന്റെ ലൈഫ് യേശു കണ്ടതാണ്, നിന്നെ യേശു തൊട്ടതാണ്. നിന്റെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ യേശു ഒരു പ്ലാൻ ഇട്ടതാണ്, യേശു ഒരു പ്ലാൻ വരച്ചു വെച്ചതാണ്. അതുകൊണ്ട് നിനക്ക് സാഹചര്യം പറഞ്ഞ് ഫിനിഷ് ചെയ്യാൻ പറ്റത്തില്ല, ഫിനിഷ് ആകാൻ സമയമായിട്ടില്ല. ഇങ്ങനെയല്ല നിന്റെ വിഷയം നിന്നെ കൊണ്ടുപോകാൻ പോകുന്നത്, ഇങ്ങനെയല്ല നിന്റെ വിഷയത്തിൽ നീ തീരാൻ പോകുന്നത്. ഇതിനകത്ത് വീണ്ടും ഒരു സാക്ഷിയായി എഴുന്നേൽപ്പിച്ച് നിന്റെ അവസാനം, ഈ ലോകവാസത്തിന്റെ അവസാനം, ദുർഗന്ധം വമിച്ച, അഭിപ്രായമുയർത്തപ്പെട്ട ദുർഗന്ധത്തിന്റെ സാക്ഷ്യമായിട്ടല്ല, ദുർഗന്ധത്തിൽ നിന്നും നാറ്റത്തിൽ നിന്നും സുഗന്ധത്തിലേക്ക്, ദൈവപ്രവൃത്തിയാൽ സുഗന്ധത്തിലേക്ക് തിരിഞ്ഞ സാക്ഷ്യം പ്രാപിച്ചവനായിട്ട് മാത്രമേ ഈ ലോകവാസം, ഈ ലോക ജീവിതം അവസാനിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്, ഞാൻ എൻ്റെ പിതാവിന് മഹത്വം കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനൊന്നും പറഞ്ഞ് ഫിനിഷ് ആകാൻ സമയമായിട്ടില്ല. ഇനിയും നിന്റെ മുമ്പിൽ അവസരമുണ്ട്, ഇനിയും നിന്റെ മുമ്പിൽ ചാൻസ് ഉണ്ട്, ഇനിയും നിന്റെ മുമ്പിൽ വഴിയുണ്ട്. നിനക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള വഴി, നീ ഇതുവരെ കേട്ടുകേൾവി പോലുമില്ലാത്ത വഴി, നീ ഇന്നുവരെ അറിഞ്ഞിട്ടില്ലാത്ത വഴി, ഇന്നുവരെ ആരുടെ മേലും സംഭവിച്ചതായി കേട്ടിട്ടില്ലാത്ത വഴി, ഒരു ചരിത്ര പുസ്തകത്തിലും വിജയിച്ചവരുടെ കഥകൾ എഴുതിയ പുസ്തകത്തിലും വായിച്ച് കേട്ടിട്ടില്ലാത്ത വഴി, നിനക്കു വേണ്ടി മാത്രം ഒരു സ്പെഷ്യൽ റൂട്ട്, നിനക്കു വേണ്ടി മാത്രം ഇന്നുവരെ ആരും കണ്ടിട്ടില്ലാത്തതും ഇനി ആരും കാണാൻ സാധ്യതയില്ലാത്തതുമായ ഒരു വിശേഷമായ വഴി നിനക്കു വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരുക്കുകയാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ഒരു വഴി, അങ്ങനെ ഒരു അത്ഭുതം. എങ്ങനെ അത്ഭുതം? എങ്ങനെയും ഒരു അത്ഭുതം. എൻ്റെ മേൽ അത്ഭുതം നടന്നിരിക്കും, എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിന് മേൽ അത്ഭുതം സംഭവിക്കപ്പെട്ടിരിക്കും എന്നൊരു വിശ്വാസം, അത് മാത്രം നിങ്ങളുടെ അകത്ത് നഷ്ടമാകാതെ നിൽക്കട്ടെ. ഒരു വലിയ ദൈവപ്രവൃത്തി കാണാൻ പോകുകയാണ്.
യേശു നിങ്ങളെ ഇഷ്ടപ്പെട്ടു പോയി. യേശുവിന് നിങ്ങളോട് ഭയങ്കര സ്നേഹമാ. എന്റെ കർത്താവിന് ഏറ്റവും പ്രിയമുള്ളവരാ നിങ്ങൾ. ലാസർ മരിച്ചപ്പോ, ലാസറിന്റെ സഹോദരിമാര് കരഞ്ഞപ്പോ, ആ കുടുംബത്തിന്റെ അടുത്ത് വന്നിരുന്ന് ദുഃഖം താങ്ങാൻ കഴിയാതെ യേശു കരഞ്ഞു. അത് നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചേ. അപ്പൊ യേശുവിന്റെ കരച്ചില് കണ്ടപ്പോ കൂടെ നിന്ന് യഹൂദന്മാര് പറയുകയാ, കണ്ടോ അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നെന്ന്. സത്യവും അവര് പറഞ്ഞ്. പല കാര്യങ്ങളും ഇവർ അവാസ്തവം പറയുന്നുണ്ട്, ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നുണ്ട്, തെറ്റിദ്ധരിച്ചു പറയുന്നുണ്ട്. യേശുവിനെതിരെ, ശിഷ്യന്മാർക്കെതിരെ ഒത്തിരി ഇവർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവരൊരു വലിയ സത്യം പറയുകയാണ്. എന്ന് വെച്ചാൽ യേശുവിന്റെ ഇഷ്ടം, നിന്നോടുള്ള ഇഷ്ടം ആർക്കും തള്ളിക്കളയാൻ പറ്റത്തില്ല. ഒത്തിരി പേര് പറയാൻ പോവാ, കർത്താവിന് നിന്നോട് ഭയങ്കര പ്രേമമാണെന്ന്, കർത്താവിന് നിന്നോട് ഭയങ്കര ഇഷ്ടമാണെന്ന്. ചില യഹൂദന്മാര് പറയാൻ പോവാ, നിന്നോട് യേശുവിന് ഭയങ്കര സ്നേഹമാണ്, നിന്റെ കുടുംബത്തിനോട് കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളൊന്ന് പറഞ്ഞ്, എന്നെ എൻ്റെ കർത്താവിന് ഭയങ്കര ജീവനാണ്, എന്നെ എൻ്റെ യേശുവിന് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ ഭാര്യയെ, എൻ്റെ അപ്പനെ, എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ അമ്മയെ, എൻ്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞ് യേശുവിന് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളെ കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്. ഹല്ലേലൂയ. ഇതുപോലൊരു നല്ല അപ്പൻ കൂടെ വന്നിരുന്ന് കരയാ. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കേട്ടു, ആ പെയിൻ യേശുവിൻ്റെതായി. ചേർന്ന് പറഞ്ഞേ, കർത്താവിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഹല്ലേലൂയ. ദൈവം നിന്നെ ലവ് ചെയ്തു പോയി, തന്റെ ജീവനെ തന്ന്, ജീവൻ കൊടുത്ത് കർത്താവ് നമ്മളെ സ്നേഹിച്ചു പോയി, നിന്നെ സ്നേഹിച്ചു പോയി. വിട്ടുകളയത്തില്ല, ഉപേക്ഷിച്ചിട്ട് പോകത്തില്ലെന്നേ, കളഞ്ഞിട്ട് പോകത്തില്ലെന്നേ. എല്ലാരും കളഞ്ഞിട്ട് പോയില്ലേ? അടുത്തു വന്ന് ഏറ്റവും വേണ്ടപ്പെട്ടവര് പോലും അവസാനത്തെ പിടി മണ്ണിട്ടിട്ട് തിരിച്ചു പോയില്ലേ? കുറച്ച് കൂടൊക്കെ ഒന്ന് നിന്ന് ആശ്വസിപ്പിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ചു പോയില്ലേ എല്ലാരും? കർത്താവിന് അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല, കർത്താവിന് അങ്ങനെ കളഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല. യേശു കൂടെ അങ്ങ് ഇറങ്ങി നിൽക്കും. നിങ്ങളുടെ കൂടിപ്പോ ആരുമില്ല, അങ്ങനെ പറയല്ലേ, ആരുമില്ലെന്ന് പറയല്ലേ. എൻ്റെ കൂടെ എൻ്റെ യേശു അങ്ങ് ഇറങ്ങി അങ്ങ് നിൽക്കുക. ഒന്ന് പറഞ്ഞത്, എൻ്റെ കർത്താവ്, എൻ്റെ പ്രാണനാഥൻ, എൻ്റെ മണവാളൻ, ഓ എൻ്റെ കാന്തൻ, എൻ്റെ തലയായ ക്രിസ്തു, എൻ്റെ രക്ഷകൻ, എൻ്റെ വീണ്ടെടുപ്പുകാരൻ, ഓ എൻ്റെ കൂടെ അങ്ങ് ഇറങ്ങി നിൽക്കുക എന്ന് പറഞ്ഞത് പറയുമ്പോ എന്തൊരു ബലമാണ്. അത് പറയുമ്പോ ഒരു ഭയങ്കര ദൈവശക്തിയാ. യേശു എൻ്റെ കൂടെ ഇറങ്ങി നിൽക്കുക. ഞാൻ എന്തിനെ ഭയപ്പെടും? ഞാൻ ആരെ ഭയപ്പെടും? നിൽക്കുന്നത് വേദനയിലാ, ശരിയാ, പക്ഷേ എന്റെ പെയിൻ അവന്റെ പെയിൻ ആയിരിക്കുക. ഓ ഹല്ലേലൂയ. നിൽക്കുന്നത് വലിയ നിന്ദയിലാ, ശരിയാ, നിൽക്കുന്നത് വലിയ കരച്ചിലിലാ, ശരിയാ, പക്ഷെ എന്റെ കരച്ചിൽ, എന്റെ പെയിൻ, എന്റെ നിന്ന അവന്റേതായിരിക്കുക. ഞാൻ എന്തിനാ പേടിക്കുന്നത്? ഞാൻ ആരെയാ പേടിക്കുന്നത്? എന്റെ കർത്താവിന്റെ കൂടെ ഇറങ്ങി നിൽക്കുക. അവൻ ചിലത് ഡീൽ ചെയ്യാൻ പോവാ. ഓ ഹല്ലേലൂയ. ഉയർപ്പ് സംഭവിക്കാൻ പോകുകയാണ്, ഉയർപ്പ് സംഭവിക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഈ ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്ന ഉയർപ്പ് സംഭവിക്കാൻ പോകുകയാണ്. USA എന്ന രാജ്യത്ത് എല്ലാം തകർന്ന് തകിടം മറിഞ്ഞ് നാട്ടിലോട്ട് പോലും വരാൻ നിർവാഹമില്ലാതെ നിയമക്കുരുക്ക്, സാമ്പത്തിക കുരുക്ക്, വിസ പ്രോബ്ലം, ഒത്തിരി ഏരിയകളിൽ മുഴുവൻ തകർന്നു കിടക്കുന്ന നിന്റെ മേൽ പേര് അമേരിക്കക്കാരൻ, അമേരിക്കയിലാണ്, നാട്ടിലും കുടുംബത്തിലും ഒന്നും അറിയിക്കാൻ കഴിയത്തില്ല. എന്നാ നീ ഭയങ്കര പെയിനിലാ നീ നിൽക്കുന്നത്. ഇനി എന്ത് ചെയ്യും? നിന്റെ മുമ്പിൽ ഇന്നലെ വരെ അവരുടെ ജീവിച്ചവരുടെ, നിന്നവരുടെ ഹിസ്റ്ററി നോക്കിയാൽ ഈ വിഷയത്തിനൊരു പരിഹാരം കണ്ടിട്ടില്ല, ഈ വിഷയത്തിന്റെ മേൽ ഒരു ഡീലിങ്, ഒരു വിടുതൽ കണ്ടിട്ടില്ല.
എന്നാൽ നീ അതിൻ്റെ മേലൊരു അത്ഭുതം കാണും. എങ്ങനാ വഴിയെന്നറിയത്തില്ല, പക്ഷെ വഴിയുണ്ട്. വിശ്വസിച്ചാൽ നീ അവന്റെ മഹത്വം കാണും. കർത്താവിന്റെ മകനെ, പരിശുദ്ധാത്മാവ് നിന്നോട് ആലോചന പറയുന്നു, സംസാരിക്കുന്നു. തീർന്നെന്ന് പറയാറായിട്ടില്ല കേട്ടോ. നിനക്ക് വേണ്ടി അവിടെ ഒരു വഴി ചലിക്കാൻ പോകുകയാ. അടുത്ത 4 മാസത്തിനകത്ത് ഈ ദൈവശബ്ദം നീ കേട്ടോണ്ടിരിക്കുന്ന ഈ സമയം മുതൽ അടുത്ത 4 മാസത്തിനകത്ത് ഒരു ഭയങ്കര ഉയർത്തെഴുന്നേൽപ്പ് കർത്താവ് നിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ പോവാ. ഞങ്ങളെ വിളിക്കണം, ഞങ്ങളെ അറിയിക്കണം, മെസ്സേജ് അയക്കണം, ഈ സാക്ഷ്യം ഞങ്ങളെ അറിയിക്കണം. ഞാൻ ഈ ദൈവശബ്ദത്തെ ഓണർ ചെയ്യുന്നു, ഞാൻ ദൈവശബ്ദത്തെ വിശ്വസിക്കുന്നു, ബഹുമാനിക്കുന്നു. ഇത് നിങ്ങളുടെ സ്ഥിതിയെ മാറ്റിക്കൊണ്ടിരിക്കുക. ഭയങ്കര തിരിവ് സംഭവിക്കുക. ചേർന്ന് പറ, വിശ്വസിച്ചാൽ, വിശ്വസിച്ചാൽ ഞാൻ ദൈവത്തിന്റെ മഹത്വം കാണും. വീണ്ടും ശബ്ദമുയർത്തി പറ, വിശ്വസിച്ചാൽ, വിശ്വസിച്ചാൽ ഞാൻ ദൈവത്തിന്റെ മഹത്വം കാണും. നീ വിശ്വസിച്ചാൽ മതി, നീ ദൈവത്തിന്റെ മഹത്വം കണ്ടിരിക്കും. നീ യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ടവനാ, നീ യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ടവളാ. കർത്താവിന് നിന്നെ ഉപേക്ഷിക്കാൻ കഴിയത്തില്ല. കർത്താവിന് നിന്നെ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. ചിലർ വിചാരിക്കും, ലാസർ ദീനമായി കിടന്നപ്പോൾ തന്നെ യേശുവിനടുത്ത് ആള് വിട്ട് പറയിച്ചതല്ലേ, എന്നിട്ട് യേശു വന്നില്ലല്ലോ. നിന്റെ വഴിയല്ല ദൈവത്തിന്റെ വഴി, നിന്റെ ചിന്തയല്ല ദൈവത്തിന്റെ ചിന്ത, നിന്റെ ആലോചനയല്ല ദൈവത്തിന്റെ ആലോചന. കർത്താവ് അനുവദിച്ചാൽ അടുത്ത എപ്പിസോഡിലെല്ലാം നമ്മൾ ഇതേ വേദഭാഗത്തിൽ ചിന്തിക്കാൻ പോകുകയാണ്. നിങ്ങൾ ആരും ഇത് നഷ്ടമാക്കി കളയരുതേ. യേശുവിന് നിങ്ങളെ വേണം. കർത്താവിന്റെ ഹൃദയം എന്താണെന്ന്, നിന്റെ ആലോചനയല്ല ദൈവത്തിന്റെ ആലോചന മറ്റെന്താണെന്നുള്ളത് നമ്മുടെ അടുത്ത എപ്പിസോഡുകളിൽ നമ്മൾ ചിന്തിക്കാൻ പോകുകയാണ്. നിങ്ങൾ അതിനകത്തെല്ലാം കയറി വരണം. ഒരു വലിയ ഉയർപ്പ് നിങ്ങളുടെ മേൽ സംഭവിക്കാൻ പോകുകയാണ്. ഒരു വലിയ അത്ഭുതം നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോകുകയാണ്. യേശു നിന്നെ സ്നേഹിക്കുന്നു. ജീസസ് ലവ്സ് യു. ബ്രദറെ, സിസ്റ്ററെ, അങ്കിൾമാരെ, ആന്റിമാരെ, അപ്പച്ചന്മാരെ, എന്റെ സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, അമ്മമാരെ, അപ്പന്മാരെ, ജീസസ് ലവ്സ് യു. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളെ ഒത്തിരി ഇഷ്ടപ്പെടുന്നു. യേശുവിന് നിന്നെ ഭയങ്കര ജീവനാ. അതല്ലേ ജീവനെ തന്ന് സ്നേഹിച്ച്, ജീവനെ തന്ന് സ്നേഹിച്ച സ്നേഹം. ആ കർത്താവിന്റെ മുമ്പിൽ ഒന്ന് സ്തുതിച്ചേ, ആ കർത്താവിനോട് നന്ദി പറഞ്ഞേ, അപ്പാ എന്ന് ശബ്ദമുയർത്തി വിളിച്ചേ. നിങ്ങളുടെ കരങ്ങൾ ദൈവസന്നിധിയിൽ ഉയർന്നു നിൽക്കട്ടെ. നിങ്ങളുടെ കണ്ണുകൾ കർത്താവിന്റെ സന്നിധിയിൽ അടച്ചാട്ടെ. ഞാൻ കാണുന്നു ഈ സ്നേഹം ഒത്തിരി പേരെ തൊട്ടുകൊണ്ടിരിക്കുക. ഒരു മോള് വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ +2 കഴിഞ്ഞിരിക്കുക നീ. പക്ഷെ അടുത്ത ഉപരിപഠനത്തിന് നിന്റെ മുമ്പിൽ ഒരു ചാൻസും ഇല്ല. നിനക്ക് ഒത്തിരി മാർക്ക് കുറവാ, ഒരു ചാൻസും ഇല്ല. നിന്റെ കൂടെ പഠിച്ചവരൊക്കെ ഒത്തിരി പ്രൊഫഷനുകൾ അങ്ങനെയൊക്കെ തെരഞ്ഞെടുത്ത് പഠനമൊക്കെ തെരഞ്ഞെടുത്ത് പോയി. പക്ഷെ നിനക്ക് മാത്രം ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. നീ ഇങ്ങനെ സങ്കടപ്പെടുക. പലരോടും മറുപടി പറയാൻ നിനക്കില്ല. നിനക്ക് ഇനി ഒരു പഠനം ഉണ്ടോ എന്ന് പോലും നിനക്കറിയത്തില്ല. ആ കുഞ്ഞിനോട്, ആ മോളോട് പരിശുദ്ധാത്മാ പ്രവചിക്കുക. അഖില, അഖില എന്ന് പറയുന്ന ഒരു മോള്, നീ ഞങ്ങളെ വിളിക്കണം, നീ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. അഖില എന്ന് പറയുന്ന ഒരു കുഞ്ഞൊരു മോള് പരിശുദ്ധാത്മാവ് നിന്നോട് പ്രവചിക്കുക. ആർക്കും വെളിപ്പെട്ടിട്ടില്ലാത്തൊരു ഭാവി, അനുഗ്രഹിക്കപ്പെട്ടൊരു പഠനം യേശു നിനക്ക് തരും. നിന്നെ ഈ ഭയങ്കര നിന്റെ ഒരു ഈ പ്രൊഫഷനുകളിലൊക്കെ ഇതുപോലെ ആരും ആദരിക്കപ്പെട്ടിട്ടില്ലാത്ത നിലയിൽ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ചില കീ പോസ്റ്റുകളിലേക്ക് എൻ്റെ ദൈവം നിന്നെ കണ്ടിരിക്കുക. കർത്താവ് നിനക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ഒരു ബിരുദ പഠനം, അടുത്തൊരു ഡിഗ്രി കോഴ്സ്, ഒരു ബിരുദ പഠനം, അതിനുശേഷം ബിരുദാനന്തര ബിരുദം. നിന്റെ മുമ്പിൽ ചില പഠനത്തിന്റെ റൂട്ടുകൾ പരിശുദ്ധാത്മാവ് അഖിലമോളെ നിന്റെ മുമ്പിൽ ഒരുക്കി വെച്ചിരിക്കുക. നീ അതിനുവേണ്ടി സ്റ്റെപ്പ് വെച്ചോ. വിദ്യാഭ്യാസം കൊണ്ട് കർത്താവ് നിന്നെ നിറയ്ക്കും. അതിനപ്പുറം ചില വലിയ പദവികള്, സിംഹാസനങ്ങള് നിനക്ക് വേണ്ടി യേശു ഒരുക്കി വെച്ചിരിക്കുക. പദവികൾ നിനക്കുണ്ടാകും. അധികാരത്തിന്റെ സീല് നിന്റെ തോളിൽ കയറും. കർത്താവ് നിന്നെ ഒത്തിരി അനുഗ്രഹിക്കും. നിനക്ക് ആരുമില്ലാത്തവളല്ല. നിനക്ക് യേശു അഡ്മിഷൻ തരും. യേശു നിന്റെ കൂടെ ഇറങ്ങി നിൽക്കും. യേശു നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധ പിതാവേ, യേശുവിന്റെ അധികാരമുള്ള നാമം ചൊല്ലി നിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു. അഖിലമോളെ അനുഗ്രഹിക്കുന്നു. ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു.
കർത്താവ് ഇവരുടെ കൂടെ ഇറങ്ങി നിൽക്കുക. യേശു ഞങ്ങൾക്കുണ്ട്. യേശു ഞങ്ങളുടെ കൂടെ ഇറങ്ങി നിൽക്കുക. വഴി അടഞ്ഞിട്ടില്ല, വഴി തീർന്നിട്ടില്ല, ഇനിയും ചാൻസ് ഉണ്ട്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഞങ്ങളുടെ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഇവരുടെ മുമ്പിൽ അത്ഭുത റൂട്ടുകൾ തുറക്കട്ടെ, അത്ഭുത വഴികൾ തുറക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം ചൊല്ലി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വിശ്വസയ്ക്കായി സ്തോത്രം. പുതിയ വഴികളെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ പോകുന്നതിനായി നന്ദി പറയുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളെ ചെയ്തിരിക്കയാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത് കർത്താവ് ചെയ്തൊരു അത്ഭുത ദൈവപ്രവൃത്തിയുടെ സാക്ഷ്യമാണ്. This is a testimony of a great wonder that the Lord has done in their lives. ഞാൻ ചില നാളുകൾക്ക് മുന്നമേ തൃശ്ശൂർ ടൗൺ ഹാളിൽ ഒരു ഓഡിറ്റോറിയത്തിൽ ഞാൻ ശുശ്രൂഷിക്കുന്ന സമയം, while I was ministering in Thrissur some time ago in the town hall, ഈ കുടുംബം ഇവര് ഭാര്യയും ഭർത്താവും വന്ന മീറ്റിംഗിന് ഉണ്ടായിരുന്നു. This family had attended that meeting. ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയം എനിക്ക് ഇവരെ അറിയത്തില്ല, ഇവരെ പരിചയമില്ല. ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്ന് ദൈവാത്മാവ് ഇവരെ എനിക്ക് കാണിച്ചു തന്നു. ഇവരടുത്തോട്ടിറങ്ങിയിട്ട് ദൈവാത്മാവ് ഇവരോട് സംസാരിക്കാൻ തുടങ്ങി. I didn't know them personally, but while I was ministering, the Lord spoke to me. The Lord directed me to them. ഇവർക്ക് 6 വർഷമായി തലമുറകളില്ലായിരുന്നു. They didn't have children for 6 years after marriage. അങ്ങോട്ട് ചെന്ന് പരിശുദ്ധാത്മാവ് കാര്യങ്ങൾ സംസാരിച്ചു. നിങ്ങൾ തലമുറയില്ലാതെ ഭാരത്തോടെ ഇരിക്കുകയാണ്. The Lord spoke to them very clearly about the situation that they were going through. നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഒരു ഉടുപ്പും മേടിച്ചുകൊണ്ട് പോകണം. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു പെൺ തലമുറയെ നിങ്ങൾക്ക് തരാൻ പോവാണെന്ന് പറഞ്ഞു. The Spirit of the Lord spoke to them through me. While you go back, you should get a frock, tiny frock, because the Lord is going to give you a daughter. ആ ദൂതുമായി ഇവര് മാൾട്ടയിലേക്ക് പോയി. നമ്മുടെ പൗലോസ് രക്താണലിയെ കുടഞ്ഞെറിഞ്ഞ സ്ഥലം മാൾട്ടയിലേക്ക് ഇവർ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് പോയി. With that message, with that prophecy, they as a family they had gone to Melita, Malta. അവിടെ വെച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു പെൺ തലമുറയെ യേശു ഇവർക്ക് ദാനമായി കൊടുത്തു. There the Lord Jesus blessed them with a wonderful daughter. Hallelujah. Praise you Jesus. ശതമുരത്തി ഹല്ലേലൂയ. Hallelujah. അപ്പോൾ ഇവർക്ക് എൻ്റെ കോണ്ടാക്ട് നമ്പർ ഇല്ല. അന്ന് മീറ്റിങ്ങിന് കണ്ട് അങ്ങനത്തെ ദൂത് പറഞ്ഞൊരു ബന്ധം മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഇവർക്ക് തന്നെ അറിയിക്കാൻ വഴിയില്ലാതിരുന്നപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവർ ഹാർവസ്റ്റ് TV-യിൽ നമ്മുടെ പ്രോഗ്രാം കാണാനായിട്ടിടയായി. അത് കണ്ട് ആ സമയം എന്നെ കോണ്ടാക്ട് ചെയ്തു. ഇങ്ങനൊരു ദൈവപ്രവൃത്തി കടന്നത് എങ്ങനെ പറയണമെന്ന് കോണ്ടാക്ട് ചെയ്യാൻ വഴിയില്ലാതെ ഒരു ബുദ്ധിമുട്ടുകായിരുന്നു. അപ്പോഴാണ് ആ TV പ്രോഗ്രാം കണ്ടത്. കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ചുരുക്കമായിട്ടൊന്നൊരു വാക്കിന് സാക്ഷി പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് രഞ്ജിത്ത്. ഞങ്ങളിങ്ങനെ കല്യാണം കഴിച്ചിട്ട് ഒരു 6 വർഷത്തോളമായിരുന്നു. തൃശ്ശൂർ ടൗൺ ഹാളിൽ പാസ്റ്റർ പറഞ്ഞ പോലെ ഞങ്ങൾ പോയിരുന്നു. അപ്പോൾ പാസ്റ്റർ ഇറങ്ങി വന്ന് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്ന് ഏകദേശം ഒരു മിഡിലാണ് ഇരിക്കുന്നത്. ടൗൺ ഹാള് വലിയൊരു സംഭവമാണ്. ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകാൻ പോവാണ്, 3 കുട്ടികൾ ഉണ്ടാകും, അതിന് ഉടുപ്പ് എടുത്തു വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ വൈഫ് 3 ഉടുപ്പ് എടുത്തു വെച്ച് ഇപ്പോഴും കബോർഡിലുണ്ട്. അതിനുശേഷം ഞങ്ങൾ മേലീത്ത പോകാനായിട്ട് ഇവിടെ വിസ അടിക്കാൻ വന്നു VFS കൊച്ചിയിൽ. അന്ന് ഇവിടെ എവിടെയോ എനിക്ക് അത്ര ഓർക്കുന്നില്ല, സ്ഥലം എനിക്കറിയില്ല. അവിടെ ഒരു മീറ്റിംഗ് പാസ്റ്റർ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് വൈകിട്ട് ഒരു 7:30 സമയത്ത് ഞാൻ അവിടെ ഏറ്റവും ലാസ്റ്റിൽ, അന്ന് അവിടെ സീറ്റുള്ളൂ, ഏറ്റവും ലാസ്റ്റിൽ ഇരുട്ടിൽ അങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇതുപോലെ പുള്ളി സ്റ്റേജിൽ നിന്ന് പരിശുദ്ധാത്മാവിൽ എൻ്റെ അരികിലേക്ക് തന്നെ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് കുഞ്ഞുണ്ടാവാൻ പോവാണ്, പെൺകുഞ്ഞുണ്ടാവാൻ പോവാന്ന് പറഞ്ഞു. റിട്ടേൺ വന്നു, വീണ്ടും തിരിച്ചെൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, 1 അല്ല 3 കുട്ടികൾ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. ഞങ്ങളെ മെലീറ്റയിലെത്തി. മെലീറ്റ യൂറോപ്പിൻ്റെ ഒരു ഭാഗമാണ്. കുഞ്ഞവിടെ ഉണ്ടായി. അവിടുത്തെ സർട്ടിഫിക്കറ്റാണ് കുട്ടി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നാവ് കൊണ്ട് എന്ത് നമ്മൾ പറയുന്നുവോ അത് സംഭവിക്കും. ഞാൻ പാലല്ല തലയാകുമെന്ന് പറഞ്ഞാൽ ഞാൻ തലയാകും. ഇത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്.
എന്ന് പറഞ്ഞ് ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. 3 തലമുറ ഉണ്ടാകും. അതിൽ ആദ്യത്തേത് പെൺകുഞ്ഞായിരിക്കും. പെൺകുഞ്ഞിനെ കർത്താവ് നിങ്ങൾക്ക് തരാൻ പോവുക. ദൈവം എത്ര വിശ്വസ്തനാണ്. ഇതാ ഈ പ്ലാറ്റ്ഫോമിൽ വാക്ക് പറഞ്ഞ ദൈവം, മാറ്റം വരുത്താത്ത ദൈവം, വള്ളിയോ പുള്ളിയോ മാറ്റാത്ത ദൈവം അതിനെ നിവർത്തിച്ച് സാക്ഷ്യത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിർത്തിയിരിക്കുകയാണ്. പിതാവേ, കുടുംബത്തെ അനുഗ്രഹിക്കുന്നു, ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നു. ഈ ദൈവത്തിന്റെ വിശ്വസ്തതയാകയാൽ നന്ദി പറയുന്നു. ഇതിന്റെ തൊട്ടുപിറകിൽ അനവധി സാക്ഷ്യങ്ങൾ ഈ കുടുംബത്തിന്റെ മേൽ ഉണ്ടാകട്ടെ. ഞങ്ങൾ ഒരുമിച്ച് ബ്ലെസ് ചെയ്യുന്നു. അങ്ങയുടെ കൃപ തൊട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ക്രൈസ്റ്റ് സെൻട്രേഡ് ഗ്ലോബൽ മിനിസ്ട്രീസ് സൺഡേ വർഷിപ്പ് എറണാകുളത്ത് എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 2:30 മുതൽ 5:30 വരെ. സ്ഥലം ക്രൈസ്റ്റ് സെൻട്രേഡ് ഗ്ലോബൽ മിനിസ്ട്രീസ്, ബെഥേൽ ഇമ്മാനുവൽ ചർച്ച്, ഗവൺമെന്റ് യൂത്ത് ഹോസ്റ്റലിന് എതിർവശം, ആകാശവാണി നിലയത്തിനു സമീപം, NGO ക്വാർട്ടേഴ്സ്, കാക്കനാട്. ക്രൈസ്റ്റ് സെൻട്രേഡ് ഗ്ലോബൽ മിനിസ്ട്രീസ് സൺഡേ വർഷിപ്പ് കോട്ടയത്ത് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 7:30 മുതൽ 9:30 വരെ, കോട്ടയം കോത്തലയിൽ. ക്രൈസ്റ്റ് സെൻട്രേഡ് ഗ്ലോബൽ മിനിസ്ട്രീസ് സൺഡേ വർഷിപ്പ് നാഗർകോവിലിൽ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. സ്ഥലം ക്രൈസ്റ്റ് സെൻട്രേഡ് ഗ്ലോബൽ മിനിസ്ട്രീസ്, അഭിഷേക് കോംപ്ലക്സ്, ഫസ്റ്റ് ഫ്ലോർ, പാലസ് റോഡ്, WCC ജംഗ്ഷൻ, നാഗർകോവിൽ 1. ക്രൈസ്റ്റ് സെൻട്രേഡ് ഗ്ലോബൽ മിനിസ്ട്രീസ് ഒരുക്കുന്ന വിടുതലിന്റെ ആരാധന എല്ലാ ബുധനാഴ്ചകളിലും വൈകിട്ട് 6 മണി മുതൽ ക്രൈസ്റ്റ് സെൻട്രേഡ് ഗ്ലോബൽ മിനിസ്ട്രീസിന്റെ എറണാകുളം സഭാ ഹാളിൽ നടത്തപ്പെടുന്നു. ക്രൈസ്റ്റ് സെൻട്രേഡ് ഗ്ലോബൽ മിനിസ്ട്രീസ് ശനിയാഴ്ച പ്രാർത്ഥന കൂട്ടായ്മ ഇരിഞ്ഞാലക്കുടയിൽ എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ. സ്ഥലം ഡോക്ടർ ജേക്കബിന്റെ ഭവനാങ്കണം, സെന്റ് മേരീസ് ചർച്ച്, ജൂബിലി പാരിഷ് ഹാളിന് സമീപം, തേലപ്പള്ളി, കരുവന്നൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. കൂടുതൽ വിവരങ്ങൾക്കും പ്രാർത്ഥനകൾക്കുമായി ബന്ധപ്പെടുക. ക്രൈസ്റ്റ് സെൻട്രേഡ് ഗ്ലോബൽ മിനിസ്ട്രീസ്. ഫോൺ നമ്പർ 9643778082 അല്ലെങ്കിൽ 6235615291. വാട്സപ്പിൽ ബന്ധപ്പെടേണ്ട നമ്പർ 8129882998.